എന്തെങ്കിലും ഒന്ന് ആവണം, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വലിയൊരു ബോർഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് ടൈം ടേബിളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് റൂമിൽ. അതിനകത്തൊക്കെ ഞാൻ എബൌട്ട് 1000 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് വരെയൊക്കെ ഞാൻ ഇരുന്നു. അത് സമയം കണ്ടുപിടിച്ചിട്ട് കഷ്ടപ്പെട്ടിരുന്ന് സോൾവ് ചെയ്തെടുത്തെടുത്ത് വൈ സാറോട് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് ഹരിഗോവിന്ദാണ്. ഹരിഗോവിന്ദ് ആക്ച്വലി കാലിക്കറ്റ് ഓഫ്ലൈൻ ബാച്ചിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പം നീറ്റ് നല്ല മാർക്കൊക്കെ വാങ്ങി ഗവൺമെൻറ് കോളേജിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് അല്ലേ? ബാക്കി കാര്യം നീയാ പറയണ്ടേ? അതായത് നിൻ്റെ വീട് എവിടെയാ, വീട്ടിലായിരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ? എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് മീഞ്ചന്ത ഭാഗത്താണ്. അപ്പോൾ വീട്ടിൽ അമ്മ ഉണ്ട്, അച്ഛൻ, അനിയത്തിയല്ലേ? ശരി, എവിടെയാണ് പഠിച്ചത്? എങ്ങനെയൊക്കെ ഉണ്ടാവും? നവോദയയിലാണ് പഠിച്ചത്. നവോദയയിൽ 6ാം ക്ലാസ് തൊട്ട് ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിച്ചാൽ അപ്പോൾ ഹോസ്റ്റൽ സാധനങ്ങളൊക്കെ ഭയങ്കര പരിചയമുണ്ട് സാധനത്തിലുണ്ട് അല്ലേ? ശരിക്കും എപ്പോഴാണ് നിനക്ക് ഇങ്ങനെ ഒരു ഡോക്ടർ ആവണം, നീറ്റ് എഴുതണം എന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായി തുടങ്ങിയത്? അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും തുടക്കത്തിൽ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. പ്ലസ് ടു ലാസ്റ്റിലായപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത് എന്ന് വെച്ചാൽ ഇനി എന്ത് പോകണോ, ഡിഗ്രി ചെയ്യണോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എൻട്രൻസിന് എല്ലാവരും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു കൊല്ലമൊക്കെ അതിന് ചിലവാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം പിന്നെ ലാസ്റ്റിലേക്കാണ് ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ് ഉണ്ട് അങ്ങനെ അറിഞ്ഞത്. ആദ്യമായിട്ട് ആരാ നിനക്ക് ഇങ്ങനെ ഒരു നീറ്റ് എന്നൊരു ഐഡിയ മനസ്സിലേക്ക് ഇട്ടുന്നത്? എങ്ങനെയാണ് വന്നത്? അമ്മ അങ്ങനെ പറഞ്ഞാണ് എനിക്ക് +2 എന്തായാലും മാർക്ക് പറഞ്ഞാലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് എന്തായാലും എൻട്രൻസ് എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ +2 മാർക്ക് കുറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 79% +2. അത്രേ ഉള്ളൂ? അയ്യോ, അപ്പോൾ അതെന്തായിരുന്നു? അതിനൊരു പർട്ടിക്കുലർ റീസൺ എന്തെങ്കിലും ഉണ്ടോ? പർട്ടിക്കുലർ റീസൺ എന്ന് പറയുമ്പോൾ എനിക്ക് മാത്സ് കുറച്ച് വീക്കാണ്. മാത്സിന് മാർക്ക് കുറഞ്ഞു. പിന്നെ ഇംഗ്ലീഷിൽ ഒരു എക്സ്പെക്ട് ചെയ്യാണ്ട് എന്തോ മാർക്ക് കുറഞ്ഞു എഴുതാൻ പറ്റാത്തതുകൊണ്ട് 79% +2 ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നിനക്ക് നീറ്റ് എന്നൊരു ഐഡിയ അമ്മ പറഞ്ഞപ്പോൾ നിന്റെ മനസ്സിൽ എന്താ ആദ്യം തോന്നിയേ? എനിക്കറിയില്ല. തുടക്കത്തിൽ ഞാൻ വെറുതെ ഒന്ന് ക്രാഷിന് പോയി നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോപ്പയിൽ തന്നെയാണ് ക്രാഷിന് വന്നത്. അപ്പോൾ അതും ഇവിടെ ഹൈബ്രിഡ് ക്യാമ്പസിൽ കാലിക്കറ്റ് ഓഫ്ലൈനാണ് ചെയ്തത്. അപ്പോൾ ക്രാഷിന് പഠിച്ചപ്പോൾ എനിക്കൊരു ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ക്രാഷിന് പഠിച്ചപ്പോൾ എപ്പോഴെങ്കിലും 1ാം റാങ്ക് അങ്ങനത്തെ റാങ്ക് വരുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചില ദിവസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ക്രാഷിനുള്ള കുട്ടികളുടെ ഇടയിൽ എനിക്ക് കുറച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് തോന്നിയൊരു സാധനം. അതുകൊണ്ട് ഇനി ചെയ്യാൻ പറ്റുമായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചത്. എന്തായിരുന്നു ആ ഒരു ഇൻസ്പിറേഷൻ? ശരിക്കും ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഒന്ന് ആവണം, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു സാധനത്തിലുണ്ടാവാം. അതുകൊണ്ട് ഇപ്പം എന്താ തോന്നണേ നിനക്ക് ഈ സാധനത്തിനകത്ത് തോന്നണേ? ഇപ്പം നല്ല സന്തോഷമുണ്ട്. ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്? ഡോക്ടർ ആവാൻ പിന്നെ ഒരു ക്രാഷിന് ഇങ്ങനെ ഓരോ ഫാക്കൽറ്റീസ് ഇങ്ങനെ വന്ന് ഓരോ കഥ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഇതുണ്ടാവും ഡോക്ടർ ആവാമെന്ന്. മൊത്തത്തിലൊരു നീറ്റ് ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? നീറ്റിനെ പെർസ്യൂ ചെയ്തിട്ടുള്ള ഒരു സാധനം ജേർണി എന്തായാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല. ഞാൻ തുടക്കത്തിൽ ക്രാഷിന് പോയപ്പോൾ ഞാൻ വിചാരിച്ച ക്രാഷിന് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. എന്ന് വെച്ചാൽ 1 മാസം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്ത് പിന്നെ ഒരു കൊല്ലം കൊണ്ട് എന്താ ഇവർക്ക് ടൈമില്ല എന്ന് പറയും. റിപ്പീറ്റേഴ്സ് ആകുമ്പോൾ ടൈം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ 1 കൊല്ലം കൊണ്ട് ഇവർക്ക് എന്താ ടൈമില്ലാത്തതെന്ന് ആലോചിച്ചത്. പിന്നെയാണ് പഠിക്കാൻ തുടങ്ങിയൊരു ചാപ്റ്റർ ഇങ്ങനെ പഠിച്ച് ചേർത്ത് പിന്നെ അടുത്തായി അങ്ങനെ ഓരോന്നാകുമ്പോൾ ശരിക്കും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും പോലും ടൈം ഉണ്ടാവില്ല. ടൈം ഉണ്ടായില്ല എന്നുള്ളതാണ്. നീ ഫേസ് ചെയ്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്തായിരുന്നു അതിനകത്ത്? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഓവർകം ചെയ്തത് അറിയാം. എനിക്ക് ഫിസിക്സ് ആയിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഏറ്റവും പാട്. എന്ന് വെച്ചാൽ ഫിസിക്സ് ചിലപ്പോൾ കിട്ടും, പിന്നെ ചിലത് കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അതിലിരിക്കും. പിന്നെ പിന്നെ ഫിസിക്സ് ചെയ്യാനൊരു മടുപ്പായി ലാസ്റ്റേക്ക് ഫിസിക്സ് അങ്ങനെ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നോക്കിയിട്ടായിരുന്നു പഠിച്ചത്. പിന്നെ ലാസ്റ്റ് ആലോചിച്ചാലേ കിട്ടൂല. അപ്പോൾ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ശീലമായിട്ട് അങ്ങനെയാണ് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആവാൻ. ഫൈനലി എക്സാമിന് പോണ സമയത്തേക്ക് ഫിസിക്സിനോടുള്ളൊരു ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്തായാലും കുറേ ലാസ്റ്റിലേക്ക് നല്ല പ്രാക്ടീസ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഫിസിക്സ് ഒക്കെ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്യാൻ കിട്ടുമായിരുന്നു. ചില ഇക്വേഷൻ മറന്നു പോകുന്ന അങ്ങനത്തെ പ്രശ്നമൊക്കെ ആയിരുന്നു. പിന്നെ ഇക്വേഷൻ ബുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ നോക്കി ഇക്വേഷനൊക്കെ ലാസ്റ്റിലേക്ക് എല്ലാം അറിയണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അറിയുമെങ്കിലും പറ്റുമല്ലോ ഇങ്ങനെ തന്നെയാണോ ചെയ്യുക, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ചില എന്തേ ആയിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ ചെയ്തു. ഇതിനൊക്കെ നീ എങ്ങനെ ഓവർകം ചെയ്തെടുത്തു ഇത്ര ബുദ്ധിമുട്ടുകൾ? ഇപ്പോൾ ലൈക്ക് മേ ബി ഞാൻ പറയാം തുടക്കത്തിൽ +2 79% ലോ പെർസെൻറ്റേജ് എന്നുള്ളൊരു ഫീൽ നിനക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നില്ല, ഇക്വേഷൻസ് മറന്നു പോകുന്നുണ്ട്,
ചില ക്വസ്റ്റ്യൻസ് പറ്റുന്നില്ല. ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് നീ എങ്ങനെ ഓവർകം ചെയ്തേനെ? ഓവർകം ചെയ്ത് പ്രാക്ടീസ് ചെയ്തോണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരുന്നത്. അത്രയ്ക്ക് വാശിയായിരുന്നു ചെയ്യണം, വാശി ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ചെയ്തെടുക്കുന്നുള്ളൂ, എങ്ങനെയെങ്കിലും കഴിച്ചിടാവുന്നുണ്ടായിരുന്നു അങ്ങനെ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിന്റെ ഒരു എന്താ പറയുക, അതിന് നീ സ്വീകരിച്ച ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാർഗ്ഗം, അല്ലെങ്കിൽ നീ എത്ര സമയമൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവാം? സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 10 hours വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നെ അങ്ങനെ 12 hours ലാസ്റ്റ് ഇവിടെ ഫറൂഖിലേക്ക് മാറിയതാണ്, റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് മാറിയതാണ് ഒരു 14 hours ഒക്കെ ഇരിക്കാൻ തുടങ്ങി. ലാസ്റ്റിലേക്ക് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര സമയം ഉണ്ടായിരുന്നു റെസിഡൻഷ്യല്? 3 മാസം. ലാസ്റ്റിലത്തെ 3 മാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് മുന്നേ വരെ നീ ഡേ സ്കോളർ ആയിട്ട് പോയി വരുന്നത്? ഒരു പകുതി ആകുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വെച്ചാൽ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് റിവിഷൻ ആയിട്ട് ഹോസ്റ്റലിലേക്ക് മാറാൻ വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ലാസ്റ്റ് അവിടുന്ന് കോർഡിനേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്ക് മാറാമെന്നുള്ളൊരു ഇത്. അപ്പോൾ പിന്നെ അങ്ങനെയായിരുന്നു. നിന്റെ ഇപ്പോൾ ഈ പറയുന്ന ഈ ചലഞ്ചുകളെ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെ സാധനങ്ങളിലൊക്കെ ഡോപ്പയ്ക്ക് എത്രത്തോളം റോൾ ഉണ്ടാവും? ടോപ്പിക്ക് നല്ല റോളുണ്ട്, ഒരുപാട് റോളുണ്ട്. എന്ന് വെച്ചാൽ ക്ലാസ് ഒന്നും അധികം കിട്ടിയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വരെ ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ ആയിട്ട് കുറച്ച് ഉഴപ്പി അങ്ങനെ ക്ലാസ് ഒന്നും കേട്ടില്ല. പിന്നെ +1 മര്യാദയ്ക്ക് കാണുന്ന ഇവിടുന്ന് ഡോപ്പയിൽ വന്നിട്ട് ക്ലാസ് കേൾക്കുന്നതും ഒക്കെ. അപ്പോൾ അവിടുന്ന് ആദ്യമായിട്ട് പഠിക്കുന്ന അവിടെ തന്നെയാണ്. ക്രാഷിനും ഡോപ്പയിൽ റെസിഡൻഷ്യൽ തുടങ്ങിയവരൊക്കെയാണ് കാര്യങ്ങൾ പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ നിന്നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ആക്ച്വലി സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഹൈബ്രിഡിലാകുമ്പോൾ പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് വരുന്ന ഒരു സാധനം. അത് ബസ് ട്രാൻസ്പോർട്ട് അങ്ങനത്തെ ആകുമ്പോൾ കുറേ ടൈം അതിന് പോകും. അത് റെസിഡൻഷ്യലിൽ പോയി കഴിഞ്ഞാൽ അത് അത്രയും ലാഭമാണ്. ഒരു 12 hours ഹൈബ്രിഡിൽ പഠിച്ചിരിക്കുന്ന കുട്ടിക്ക് 14 hours സുഖമായിട്ട് റെസിഡൻഷ്യലിൽ 2 മണിക്കൂർ എന്തായാലും എക്സ്ട്രാ കിട്ടും, സമയം കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നു. ഈ കൂടുതൽ കിട്ടിയ സമയത്ത് നീ എന്ത് സാധനം ചെയ്തിട്ടുണ്ടായിരുന്നേ? ഞാൻ അധികം ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ തിയറി നോക്കുക, അങ്ങനെ എന്തെങ്കിലും. അധികം മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ്. നിന്റെ ഈ ഒരു ജേർണിന്ന് നീ ആയിട്ട് ലേൺ ചെയ്ത ഏറ്റവും ബിഗ് ലെസൺസ് എന്തൊക്കെയുണ്ടാവും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ബിഗ് ലെസൺസ് എന്ന് പറയുമ്പോൾ ടഫായിട്ടുള്ള അവോയ്ഡ് അവോയ്ഡ് ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? അതെടുത്ത് പഠിക്കണം. അതെടുത്ത് ചില ചടപ്പാണ്, ശരിക്കും ചെയ്യുന്ന ചടപ്പാണ്, പക്ഷെ അതന്നെ എടുത്ത് അതേപോലെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനോടൊരു ഇഷ്ടം വരുള്ളൂ. അങ്ങനെ ഉണ്ടാവുക. വാട്ട് ഈസ് യുവർ ഫാമിലി? എന്താ അതിനകത്ത് ഫാമിലിയുടെ റോൾ എന്താ? ഫാമിലിയുടെ റോള് പറയുമ്പോൾ എനിക്കൊരു ഇങ്ങനെ മാർക്കൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടാണ് ഫാമിലി. അധികം ഞാൻ അമ്മേനെയായിരുന്നു വിളിക്കല്. പിന്നെ സാറ് ഇങ്ങനെ ലാസ്റ്റിലേക്ക് പറഞ്ഞു അമ്മേനെ മാത്രം വിളിച്ചാൽ അപ്പോൾ ഒരു അച്ഛനെ വിളിക്കണം, വീട്ടുകാരെ മൊത്തം വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റിൽ അച്ഛനും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ലാസ്റ്റിൽ ഞാൻ ഒരു മാർക്കും അങ്ങനെയൊന്നും ചോദിക്കില്ല, പഠിക്കാൻ പറ്റുന്നുണ്ടോ, എന്താ ഹാപ്പി അല്ലേ, അങ്ങനെ ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊരു നിനക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിനക്ക് എത്രത്തോളം റിലീഫ് തോന്നിയിട്ടുണ്ട് സാധനങ്ങൾ? അത് വീട്ടിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര റിലീഫാണ്. കാരണം ഇവിടുന്ന് ഇങ്ങനെ പഠിത്തത്തിനെ കുറിച്ച് അധികം അങ്ങനെ ചോദിക്കില്ല. മാർക്ക് കുറയുണ്ടോ കൂടുതലുണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് അറിയാം മാർക്ക് കുറയുന്നുണ്ടെങ്കിലും കൂടുന്നുണ്ടെങ്കിലും അറിയാം. പക്ഷെ അത് മിണ്ടാണ്ട് വെച്ചിട്ട് എനിക്ക് എന്തേ തോന്നിയാലോ വിചാരിച്ചിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു റാപ്പിഡ് ഫയർ മാതിരി ചോദിച്ചു കഴിഞ്ഞാൽ നീ പടപടാന്ന് ഉത്തരം പറഞ്ഞാൽ മതി, ആലോചിക്കാൻ സാധനമൊന്നുമില്ല. ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് കെമിസ്ട്രി. വൈ? കെമിസ്ട്രി ഒരു പഠിക്കാൻ സുഖമാണ്, എളുപ്പമായതുകൊണ്ട് അതിന് ഇഷ്ടമാണ്. എളുപ്പമായതുകൊണ്ട് നല്ല അധികം എളുപ്പമല്ല, എന്നാലും കുറച്ച് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ വേഗം കിട്ടുന്നു, കുറച്ച് ഇൻട്രസ്റ്റിംഗ്. ഏറ്റവും സ്ട്രോങ് ഹോൾഡ് കെമിസ്ട്രി ആണോ? അല്ല, അത് ബയോളജിയാണ്. ബയോളജി ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും? ഫുള്ള് ചില എക്സാമിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഇഷ്ടവും ബയോളജി തന്നെ ആയിരിക്കും ചെയ്യാനുണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഏറ്റവും ടഫ് സാധനം ഫിസിക്സ് ആയിട്ട് വരും. ഫിസിക്സിനെ ഓവർകം ചെയ്ത കഥ നീ ഓൾറെഡി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏർലി ബേർഡ് ഓർ നൈറ്റ് ഓൾ എങ്ങനെ ഉണ്ടാവുക? രാത്രിയാണോ പകലാണോ? രാവിലെ ഏർലി തുടങ്ങും. എത്ര മണിക്ക് കിടന്നുറങ്ങും? ഞാൻ ഒരു 12 മണിക്ക് കിടന്നുറങ്ങും. എപ്പോൾ തുടങ്ങും? 6:30 സ്ലീപ്പ് ഷെഡ്യൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ലീപ്പ് ഷെഡ്യൂൾ ഫിക്സ്ഡ് ആണോ വേരിയബിൾ ആണോ? ചില ദിവസം വേരിയബിളാണ്. ചില അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാക്ടീസോ എന്തെങ്കിലും ചെയ്യാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുകയാണെങ്കിൽ 12 മണി പോയി കഴിഞ്ഞാലും കുറച്ച് കുഴപ്പമില്ല, രാവിലെ വൈകി എണീറ്റ് ആദ്യമല്ലോ വിചാരിച്ചിട്ട് കിടന്നു. പഠിക്കാനിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെ ഇരുന്ന് പഠിക്കുന്നത് ഏറ്റവും ഇഷ്ടം? ഞാൻ ക്ലാസ് തന്നെ ആയിരിക്കുള്ളൂ, ലൈബ്രറി അങ്ങനെ പോകില്ല. ലൈബ്രറിയിൽ പോരുന്നില്ല, ക്ലാസ് റൂമിൽ തന്നെ? വീട്ടിലാകുമ്പോൾ റൂമിലാണെങ്കിൽ ഏറ്റവും കംഫർട്ട് തോന്നുന്ന ഒരു സ്ഥലം ഉണ്ടാവാം. ബെഡ് ഓർ ടേബിൾ? ടേബിൾ. ഒരിക്കലും അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻ? കിടന്നാൽ അങ്ങനെ പഠിക്കില്ല, ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഒരു
പഠിക്കാന്നൊരു തോന്നലുണ്ടാവുക. ഉണ്ടാവുന്നുണ്ടാവുക. ടൈം ടേബിൾ എഴുതി വെച്ച് പഠിക്കുന്ന ആളാണോ അതോ വെറുതെ ഇരുന്ന് ഇങ്ങനെ ടൈം പഠിക്കുന്ന ടേബിൾ എഴുതലുണ്ട്. ടൈം ടൈം ടേബിൾ ടേബിൾ എഴുതി ഞാൻ ഒരു വലിയൊരു ബോർഡിലൊക്കെ ഉണ്ടാക്കിയിട്ട് ടൈം ടേബിളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് റൂമിൽ. സ്ഥിരമായിട്ട് മറന്നു പോകുന്ന സാധനങ്ങൾ ഓർത്തെടുക്കാനുള്ള ടെക്നിക്ക് ഉണ്ടോ? സ്ഥിരമായിട്ട് മറന്നു റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നു. റിപ്പീറ്റഡ് ആയിട്ട് കാണാം. അതിന് വേണ്ടി നീ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിനുവേണ്ടി ചെയ്ത് ചിലതൊക്കെ ചെറിയ നോട്ടിലോ എന്തെങ്കിലും എഴുതി വെക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെക്കും. അത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് അടിച്ചടിക്ക് ഇങ്ങനെ മറച്ചു വെക്കുമ്പോൾ ഓർമ്മ ഉണ്ടോ ഇങ്ങനെ, അല്ലെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇതൊക്കെ ആലോചിക്കുമോ? ശരി, ചിലതൊക്കെ കേട്ടോ. ഈ ഒരു പ്രിപ്പറേഷനിൽ ജേർണിയിൽ നീ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ലേ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ? ഫാക്കൽറ്റീസാണ്. ഫാക്കൽറ്റീസ്. കണ്ട ആൾക്കാരിലായിരുന്നു കോർഡിനേറ്റർ, ഫാക്കൽറ്റീസ്, മെൻറ്റേഴ്സ് ആരെങ്കിലും നിനക്ക് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ? ആഷിഖ് സാർ. വൈ? സാറോട് സംസാരിക്കാൻ ഭയങ്കര. ശരി, താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല, നീ എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കും? സാറ് നീറ്റ് ജേണി എൻ്റെ നീറ്റ് ജേണി എങ്ങനെയാണെന്ന് ചോദിക്കും. എൻ്റെ നീറ്റ് ജേണി തന്നെയാണ് നീ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ തന്നെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു എനിക്ക്. ഫിസിക്സ് തീരെ പറ്റില്ലായിരുന്നു, ചെയ്തെത്തൂലായിരുന്നു, ഇക്വേഷൻസ് മറന്നുപോയായിരുന്നു. പിന്നെ ഇങ്ങനെ പക്ഷേ ഫിസിക്സ് ആണ് സ്ട്രോങ്. ബട്ട് അത് അവസാനത്തിലേക്ക് ആയതാണ്. തുടക്കത്തിൽ അത് ഭയങ്കര ഏറ്റവും വീക്കായിട്ടുള്ളൊരു സാധനമായിരുന്നു. ചെയ്താൽ കിട്ടില്ലായിരുന്നു, സാധനങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം നീ തമ്മിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, നീക്ക് തുടക്കത്തിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല ഫിസിക്സിനെ. പക്ഷേ ഞാൻ തുടക്കത്തിൽ കിട്ടാതെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഫിസിക്സിനെ. അപ്പോൾ ഞാൻ ഇതിന്ന് സോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ചാപ്റ്റർ റൊട്ടേഷൻ, സെമി കണ്ടക്ടറൊക്കെ. അതിനകത്തൊക്കെ ഞാൻ എബൌട്ട് 1000 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് വരെയൊക്കെ ഞാൻ ഇരുന്നു. അത് സമയം കണ്ടുപിടിച്ചിട്ട് കഷ്ടപ്പെട്ടിരുന്ന് സോൾവ് ചെയ്തെടുത്തെടുത്ത് പിന്നെ ഒരു 6 months 7 months ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഫിസിക്സിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആയി. അവസാനത്തിലേക്ക് എൻ്റെ ഏറ്റവും സ്ട്രോങ് സബ്ജക്റ്റും നീറ്റിന് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതൊക്കെ ഫിസിക്സ് വെച്ചിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നിൻ്റെ സ്ട്രെസ്സ്, ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിച്ചൊരു മൊമെൻറ്റ്? സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത് ചെയ്താൽ കിട്ടുമോ, അവസാനം എത്തി, ഇനി മാർക്കും കയറുന്നില്ല, പഠിച്ച് ഞാൻ തുടക്കത്തിൽ അങ്ങനെ ഷോർട്ട് നോട്ട് ഒന്നും ഉണ്ടാക്കില്ലായിരുന്നു. ഷോർട്ട് നോട്ട് ഇക്വേഷൻ ബുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കുന്നത്, പക്ഷേ ഷോർട്ട് നോട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന കുറവായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയില്ലല്ലോ, ബാക്കി എല്ലാവരും അങ്ങനെ ചെറുതായിട്ട് കമ്പയർ ചെയ്തുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും പഠിച്ചാൽ കിട്ടുന്നുണ്ട്, എല്ലാവരും കയറുന്നുണ്ട്, ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഏറ്റവും ഇങ്ങനെ സ്ട്രെസ് വന്നിട്ട് ഇങ്ങനെ പൊട്ടാറായി നിൽക്കുമ്പോൾ ഹൗ ഡു യു ബസ്റ്റ് സ്ട്രെസ്? എങ്ങനെയാണ് സ്ട്രെസ് ബസ്റ്റ് ചെയ്തോണ്ടിരുന്നത്? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ സ്ഥിരം? ഒന്നെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആലോചിക്കാൻ നോക്കുകയാണെങ്കിലും, പക്ഷേ അവസാനം പിന്നെയും ഡിപ്രഷൻ അടിച്ചു അതിനകത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ബേസിക്കലി കിടന്ന് ഉറങ്ങി രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു ഫാക്കൽറ്റി? അഷ്റഫ് സാർ. വൈ? അങ്ങനെ ഒരു ബോറടിച്ചിരിക്കുന്ന ഒരു ക്ലാസ്സും അല്ല, എന്നാൽ ഭയങ്കര സ്പീഡും അങ്ങനെ കറക്റ്റ് ഒരു എൻ്റെ ഒരു സ്പീഡിന് റെഡിയാണ്. എനിക്ക് അങ്ങനെ ഒരു ചെറിയ മെല്ലെ ഇങ്ങനെ ക്ലാസ് എടുത്ത് ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനത്തിൽ. നമ്മുടെ ഈ ഓഫ്ലൈൻ ക്ലാസ് റൂമിൻ്റെ ഒരു പഠന രീതി എന്താ തോന്നുന്നത്? ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ പഠന രീതി എന്ന് പറയുമ്പോൾ അവിടെ ഹൈബ്രിഡിലുള്ള അവിടുത്തെ എനിക്ക് ഒരു ലൈവ് ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയത്. ചില നീറ്റിന് തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ക്ലാസ് പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് കുറേ ഓർമ്മ ഉണ്ട്. നോട്ടിൽ എഴുതിയതിന് പകരം കുറേ ക്ലാസ്സിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് പറയുന്ന സാധനങ്ങളാണ് ഓർമ്മ ഉണ്ടാകുന്നത്. അപ്പോൾ ലൈവായിട്ടുള്ളതാണ് കുറച്ചുകൂടി. ഫുൾ ഓഫ്ലൈൻ ആയിട്ട് നേരിട്ട് ക്ലാസ് കിട്ടുന്നതിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആസ് എ ഡോക്ടർ എന്താ വിചാരിക്കുന്നത്? എന്താവണമെന്ന് വിചാരിക്കുന്നത് ഡോക്ടർ ആവാൻ? നല്ലൊരു ഡോക്ടറാണ്. നല്ലൊരു ഡോക്ടറാണോ എന്ന് പറഞ്ഞാൽ എന്താ അതിനൊരു അതെന്താ നീ ഉദ്ദേശിക്കുന്നത്? നല്ലൊരു ഡോക്ടർ എന്നുള്ളതുകൊണ്ട് നല്ലൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഹാപ്പി ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും അധികം അങ്ങനെ റഫായിട്ട് ഇങ്ങനെ പോവരുത്. നല്ല രൂപത്തിൽ സംസാരിക്കാനും അവരെ ഹാപ്പി ആക്കാവുന്ന രൂപത്തിലേക്കുള്ള ഒരു ഡോക്ടറായിട്ട് മാറണം എന്നുള്ള രൂപത്തിലാണ്. സോ മൊത്തത്തിലൊരു ഒരു ഒരു പ്രൗഡ് മൊമെന്റ്, ഇതുവരെയുള്ള ലൈഫിലുള്ള ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ് എന്താ? നീറ്റ് കിട്ടിയത് തന്നെയാണ് ഏറ്റവും. നീറ്റ് കിട്ടിയിട്ട് ആദ്യം ആരോടാ പറഞ്ഞേ? സ്കോർ നോക്കി പറഞ്ഞേ? അമ്മേനോട്. അമ്മ എന്താ പറഞ്ഞു? അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ചൊരു അതിൽ നിനക്ക് എന്താ തോന്നി? ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്ന് രാത്രി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ മാർക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, പിന്നെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മാർക്ക് കണ്ടപ്പോൾ എക്സൈറ്റ്മെന്റിൽ ഞാൻ അങ്ങനെ കോർഡിനേറ്റേഴ്സിനും സാറിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവരെ പ്രൗഡ് ആക്കണം എന്ന് തോന്നുന്നൊരു മൊമെന്റ് എന്താ? എന്ത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് അമ്മയ്ക്കും അച്ഛനും ഇനി എന്താ കൊടുക്കാനുള്ളത് എനിക്ക്? ഇനി ഒരു നല്ലൊരു ഡോക്ടറായിട്ട് കാണണം എന്നുള്ളൊരു സാധനത്തിലുണ്ട്. വൈറ്റ് കോട്ടൊക്കെ ഇട്ട് ആണ് സാധനം ഉണ്ടല്ലേ? ശരി, അതൊരു ഞാൻ പറയാണ്, ആ വൈറ്റ് കോട്ടൊക്കെ ആദ്യമായിട്ട് കിട്ടുമ്പോൾ ആ ഒരു സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീ ആദ്യം ആർക്കൊക്കെ അയച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് പാരൻസിന് അയച്ചു കൊടുക്കും, പിന്നെ
കുറച്ച് ഫ്രണ്ട്സിനും. ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. പർട്ടിക്കുലർലി അയച്ചു കൊടുക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റൊക്കെ റെഡിയാണ് സാധനങ്ങളൊക്കെ. എന്നാലും എല്ലാവരും ഫ്രണ്ട്സൊക്കെ തന്നെയാണ്, പക്ഷെ അങ്ങനെ അധികം എല്ലാവരോടും സംസാരിക്കാത്തതുകൊണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണ്. ശരി, അപ്പോൾ എന്തായാലും ആ ഒരു മൊമെന്റ്സ് ഒക്കെ എനിക്ക് ശരിക്കും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മയുടെ അന്നത്തെ ഒരു സന്തോഷം, സാധനങ്ങൾ, സംഗതികളൊക്കെ ഉണ്ട്. അമ്മേനെ എനിക്ക് ഇവിടെ ഈ ഒരു ഇന്റർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. എന്തായാലും അമ്മേനെ ഒരു പ്രാവശ്യം കാണണം, നേരിട്ട് വീട്ടിൽ വരുമ്പോൾ കാണുവാനും ബാക്കി കാര്യങ്ങളൊക്കെ പറ്റും. സോ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർമാരായിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന റഫാവാത്തൊരു ഡോക്ടറായി അല്ലേ, കുറച്ച് ഫുട്ബോളൊക്കെ കളിച്ച് ചില്ലാക്കിയിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ളൊരു സാധനത്തിലാണ്. സോ അടിപൊളിയായി വിശാൽ, താങ്ക് യു സോ മച്ച്. നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷം നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ കാണാം. ഡോപ്പിൽ മെൻറ്ററായിട്ട് വന്നു കഴിഞ്ഞാൽ വരുമോ? ഉറപ്പായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ കുട്ടികളോട് എന്താ നീ പറഞ്ഞു കൊടുക്കുക, ഒരു ആസ് എ മെൻറ്റർ എന്നുള്ള രൂപത്തിൽ ഇനി പഠിക്കാൻ പോണ കുട്ടികളോട് എന്താ പറഞ്ഞു കൊടുക്കണ്ടാവുക? പഠിക്കാൻ പറയുമ്പോൾ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചില ഷോർട്ട് നോട്ടൊക്കെ ഇത് എന്തിനാണ് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, നോട്ട് തന്നെ പോലെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓവർ ചിന്തിച്ചിട്ട് പിന്നെ ഒന്നും ആവശ്യമില്ല വിചാരിച്ചത്. പിന്നെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ അങ്ങനെ ഫോളോ ചെയ്തിട്ട് വെറുതെ ഒരു ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം. അതേപോലെ ഫോളോ ചെയ്ത് വന്നാൽ മാത്രമേ ഒരു ലാസ്റ്റിലേക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി എന്തായാലും കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓരോന്നുണ്ടായി റെഡി ആവുക. തുടക്കം മുതൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കീപ്പ് ചെയ്ത് തന്നെ പോകുന്നത് മുന്നോട്ട് പോകാന്നുള്ള സാധനത്തിലാണ്. ശരി, സോ അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ വേറൊരാളുടെ കൂടെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇവനോട് ഹരിഗോവിന്ദിനോട് ചോദിക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും താഴെ കമൻ്റായിട്ട് ഇട്ടോ. ഇവൻ തന്നെ ഇവൻ്റെ അക്കൗണ്ടിൽ നിന്നിട്ട് എല്ലാത്തിനും മറുപടി കൊടുക്കുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ടാവും. ആൻഡ് നിൻ്റെ ഇൻസ്റ്റ ID ബാക്കി കാര്യങ്ങൾ സാധനങ്ങളെല്ലാം താഴെ കൊടുക്കുക. ബാക്കി ആൾക്കാർക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള സാധനത്തിലാണ്. സോ നമുക്ക് കാണാം. ബൈ. ശരി, താങ്ക് യു.